ആരാ ഇതെന്താ ഈ കോലത്തില്? നിന്റെ വീട്ടുകാരെ പോലും നിന്നെ കോലത്തിലുണ്ട് തിരിച്ചറിയില്ല. പിന്നെ നാട്ടുകാരാണ് അമ്മയോട് പോകാൻ പറ. അവർക്ക് പണിയൊന്നുമില്ല. കേറ് കേറ് കേറടോ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോന്ന്? ഇല്ല. കൊള്ളാം, നല്ല രസമുണ്ട്. താനെന്തിങ്ങനെ നോക്കുന്നേ? താനും നോക്കുന്നുണ്ടല്ലോ. നമുക്കൊരു സെൽഫി എടുത്താലോ? നമുക്കിത് വേണ്ട. എന്ത് പറ്റി? ഞാനങ്ങനെ എൻ്റെ മൂമെന്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാറില്ല. സോ ഇത് വേണ്ട. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ പിന്നെ തന്നെ ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. എപ്പോഴും എന്തിനാ കാണുന്നത്? തന്നെ കണ്ടപ്പം തന്നെ എനിക്കൊരു കണക്ഷൻ കിട്ടിയിരുന്നു. തനിക്കത് കിട്ടിയോ എന്നെനിക്കറിയില്ല. എനിക്ക് തൻ്റെ ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നുക. ഞാൻ എൻ്റെ ആരാവുന്നു എന്താവുന്നു എനിക്കറിയില്ല. എനിക്കത് അറിയും വേണ്ട. ഞാൻ കമ്മിറ്റഡാണ്. ഞാനും. ഡീ, നീ ഇതെന്തേ ചെയ്യുന്നേ? ഞാനിനി എന്തോ ചെയ്യാനാ? നീ കസ്റ്റമർ കെയർ വിളിച്ചായിരുന്നോ? നൈറ്റ് കോളിംഗ് ഒക്കെ ഉണ്ടടി. അവൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോണ്ട് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എങ്കിലും കിട്ടി. 32. പക്ഷെ അതും വെച്ച് എന്ത് ചെയ്യാനാ? ഇവിടെ ഫുൾ നെയിം കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല. അതല്ല, ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊന്നും ഇല്ലാത്ത പെണ്ണോ? അതായി മനസ്സിലാവാത്ത.
ഇനി വേറെ പേരാണെങ്കിലോ? ചാൻസ് ഉണ്ട്. വല്ല ക്യൂട്ടി പൈ എന്നുള്ളതൊക്കെ ആയിരിക്കും. നമ്മളിവിടെ തല പോകഞ്ഞ് ആലോചിക്കുന്ന സമയത്തില്ലേ അവ അവിടെ അവളുടെ കൂടെ കിടന്ന് പൊളിക്കായിരിക്കും. The person you are calling is അവൻ currently ബിസിയാണ്. busy. Please call again later. നിങ്ങൾ അവൻ ബിസിയാ. ഇനി നിനക്കറിയോ, ഇടയ്ക്കൊക്കെ നൈറ്റ് ബിസി ആയിരിക്കും. എന്നിട്ടും ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഇതെങ്ങനാടി നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്നോടിങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? ലുക്ക്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. നീ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടൊരു കാര്യമില്ല. നിനക്കറിയോ, ഞാനും അവനും കൂടെ പുറത്തു പോകുമ്പോൾ അവൻ വേറൊരു പെണ്ണിനെ വായി നോക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമാണെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ എപ്പോ തൊട്ടാ? ആദ്യം തൊട്ടേ ചതിക്കുമായിരുന്നോ? അതോ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും? നീ ഇങ്ങനെ വിഷമിച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അവനെന്റെ സ്നേഹം പോരാന്ന് തോന്നിക്കാണോ? കാം ഡൗൺ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ ഹലോ, നീ എവിടെയാ? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്കെന്താ വയ്യേ? വയ്യ, പനിയാ. പനിയോ? എപ്പോ തൊട്ട്? നീ ഇപ്പൊ എവിടെയാ? ഹോസ്പിറ്റലിൽ പോയോ നീ? ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല വേണ്ട, ഇവിടെ വീട്ടുകാരൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലാ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. എന്തായാലും ഹോസ്പിറ്റലിൽ ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും. ശരി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി. ഇനി ഇതെന്റെ തോന്നലാണോ, അതോ അവൻ ശരിക്കും ചതിക്കുവാണോ? ഇനി ഇതവൻ്റെ അഭിനയമാണെങ്കിൽ ഞാൻ അവനൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. എന്ത് പറ്റി? പറയില്ലേ? ഇന്നലെ നെറ്റ്ഫ്ലിക്സ് കണ്ടിരുന്നു. ഞാൻ അറിഞ്ഞോ നീ രാവിലെ തന്നെ വന്ന് വിളിച്ചുണർത്തുന്നു? നമ്മുടെ വണ്ടി എന്തേ? അത് ചെറിയൊരു എഞ്ചിൻ പണി, വർഷോപ്പ് കൊടുത്തത്, നാളെ കിട്ടും. എന്തായാലും കൊള്ളാം. കുറേ ആയില്ലേ നമ്മൾ ബസ്സിൽ പോയിട്ട്? എന്റെ ജീവിതം നീ ഒന്ന് പറയുന്നത് കേൾക്ക്. കണ്ടല്ലേ, ഇവിടെ ആരും ഉണ്ടായില്ല. ഞാനല്ലേ പറഞ്ഞത് നീ വാ. എടാ, ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. എടാ, ടോണി വിളിക്കുന്നുണ്ട്. നീ വെച്ചോ, ഞാൻ വിളിക്കാം. ഇത് പറഞ്ഞിട്ട് പൊക്കിട്ട് പറഞ്ഞിട്ട് പൊക്കോ, നേരിട്ട് സംസാരിക്കാം. ഞാൻ വരാം.